ഗൈസ്, വെൽക്കം ബാക്ക് ടു സായ യൂണിവേഴ്സ്. ഇന്നത്തെ എടുത്ത് ഒരു ഈവനിങ് വ്ളോഗാണ്. അതായത് വലിയ പരിപാടിയൊന്നുമില്ല, ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചായ കുടിക്കണം. പിന്നെ ഞാനെപ്പോഴും ചായ കുടിക്കണമെന്നല്ല, പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൽ ചായ കുടിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂട് പരിപാടിയും കഴിച്ചു. ചായക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം പ്രകൃതി രമണി ഒന്ന് ആസ്വദിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ സമയം ചായക്ക് കുടിച്ച് കഴിഞ്ഞു. ഇപ്പോഴാണ് വീട്ടിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞത്. നമ്മൾ ഇവിടെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ കടയിൽ പോവാണ്. സോ കാറിലാണ് പോകുന്നത്, ബിക്കോസ് കുറച്ച് അധികം ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. ഇവിടെ അടുക്കളയിലേക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. ഞാൻ വലുതായിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഡ്രസ്സ് അതിനായിട്ടിരിക്കുന്ന പാൻറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയെന്നുള്ളൂ. വേറെ പിന്നെ മുടിയൊന്ന് കെട്ടി ഇത്രേ ചെയ്തിട്ടുള്ളൂ. അടുത്തായതുകൊണ്ടാണ് കേട്ടോ, വേറെ കൊണ്ടല്ല, അവിടെ അടുത്തായതുകൊണ്ടാണ് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതിരുന്നത്. പാൻറ്റ് മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്തു. പാൻറ്റിൽ കുറച്ച് കളറും നമ്മളെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കൊള്ളത്തില്ലായിരുന്നു. ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി. ആയിട്ട് റെഡി ആവാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് വയറ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ മുടി കെട്ടി ഇനി അത് വരുന്നില്ല. അപ്പം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേഞ്ച് ചെയ്തിട്ട് അവർ വരാൻ വെച്ചു. അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഞാനാണ് ഇവിടെ എപ്പോഴും പോകുന്ന ടൈമിൽ റെഡി ആവാൻ താമസിക്കുന്നത്. ഇപ്പോൾ അവരാണ് താമസിച്ചത്. അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഉമ്മേനെ വാപ്പേനെയും കാത്തുനിന്ന് കഴിഞ്ഞുകൊണ്ട് ഞാനൊന്നും കൂടെ ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വിചാരിച്ചു. കുറച്ച് പൂക്കളും ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേറ്റൊക്കെ തുറന്നു. വാപ്പിതാ കാറിലൊക്കെ കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. എവിടെ പോയാലും ഗേറ്റ് തുറക്കുന്ന പണി എനിക്കാണ്. അതുകൊണ്ട് തന്നെ കാർ കയറുന്നതിന് മുമ്പേ ഗേറ്റ് അടച്ച് എന്നിട്ട് ഞാനും പോയി കാറിൽ കയറി. വൈകുന്നേരം ആയിരുന്നാലും കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി കഴിഞ്ഞപ്പോൾ വെളിയിലോട്ട് തലയിട്ട് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോവാന്ന്. പുറത്ത് തലയും വിട്ട് ഫോണും വെച്ച് വീഡിയോ എടുക്കൊണ്ടിരിക്കുമ്പോഴാണ് കൈ ഒന്ന് ചെറുതായിട്ട് ആ മതിൽ പോയി ഇടിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം ആയിരുന്നെങ്കിലും ചെറിയൊരു സൺലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെയും തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ വീഡിയോ എടുത്ത്. ഞാനിവിടെ കട അടുത്താന്ന് പറഞ്ഞാലും തൊട്ടടുത്തൊന്നും അല്ല, കുറച്ച് പോകണം. അങ്ങനെ നമ്മളിവിടെ കടയിലെത്തി. നമ്മൾ ആ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടേൻ്റെ അകത്ത് കയറി പരിപ്പ്, പയറ്, സാമ്പാർ പൊടി അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ലാഗ് ആവുകൊണ്ട് കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം പോയ കടയിൽ നിന്ന് എല്ലാം കിട്ടാനുണ്ട്. വേറൊരു കടയിൽ പോയിട്ട് എന്തൊക്കെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കടയിൽ കയറി കുറച്ച് പെന്നൊക്കെ വാങ്ങി. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ നമ്മൾ വീട്ടിലെത്തി. വീടെത്തിയ ഉടനെ നേരെ എൻ്റെ ക്രാഫ്റ്റിംഗ് റൂമിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ലൈറ്റ് ഇട്ട് അപ്പോൾ എനിക്ക് കുറച്ച് ബ്ലാക്ക് പെന്ന് വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ പെൻ ഹോൾഡറിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ കുറച്ച് നേരം ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സൺലൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കാണാൻ അത്ര ഭംഗിയില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ മുകളിൽ കയറുന്ന തന്നെ റീലെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് റീലെടുക്കാൻ ഏകദേശം ഒരു അരമണിക്കൂറേലും വേണം ഒരു റീലെടുക്കാനായിട്ട്. കാരണം 1, 2, 5, 10 പ്രാവശ്യമെങ്കിലും ഞാൻ മാക്സിമം എടുക്കാറുണ്ട് ഒരു റീൽ തന്നെ. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഒരു റീലെടുത്ത് കഴിഞ്ഞപ്പോൾ സ്നാപ്ചാറ്റിൽ കുറച്ച് എഫക്റ്റൊക്കെ ഇട്ട് വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളൊരു കിഡിലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.